ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പോകുന്നത് ഇക്കാടെ കൂടെ ഇക്കാക്ക് ലോഡ് വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെയും കൂടെ കൊണ്ടുപോകുന്നതാണ്. തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്, കാരണം ഞാനും മോനും കൂടെ എത്രയെന്ന് വെച്ച് ഇരിക്കുന്നത് എന്ന് വെച്ചിട്ടാണ് ഞങ്ങളെയും കൊണ്ടുപോയത്. അപ്പോൾ ദേ ഈ കാണുന്ന സ്ഥലത്ത് ഒരു ട്രാജഡി, അതായത് ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് പറയാം. അതിൻ്റെ സ്മാരകമാണ് കണ്ടത്. കൊലവണ്ടി വന്ന് കിടക്കുകയാണ്. പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞ് സ്പീഡിന് ഞങ്ങൾ വന്നു. അപ്പോൾ ഈ കൊലയുടെ മണ്ടയിൽ വാഴയില വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറക്കിയിടുന്ന കണ്ടിട്ടാണ് മോനിക്ക് സഹിക്കാൻ വയ്യാത്തൊരു ചിരി. അപ്പോൾ എനിക്ക് എന്ത് താഴെ വീണാലും അവൻ ഭയങ്കര ചിരിയാണ്. നമ്മളെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലും വീണു പോയാലും അവൻ ഭയങ്കരമായിട്ട് ചിരിക്കും. സോറി ഗൈസ്, ഒന്നും വിചാരിക്കരുത്. തൊണ്ടയ്ക്കൊരു ലേശം പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് ഇടയ്ക്ക് പോകുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഈ ജോലി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം കൊല ഇറക്കണം, ഡ്രൈവിങ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കൈ പെരുപ്പ് കാരണം ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ. അപ്പോൾ റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല, കാരണം ഇക്കാടെ ഒരു വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അത് നിന്ന് പോയാൽ പിന്നെ നമ്മളെന്ത് ചെയ്യും? അപ്പോൾ ഒരു ബസ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ റോട്ടിൽ കൂടെ അങ്ങനെ ഇങ്ങനെ പോകത്തില്ല, പോയാൽ പോയി, ഇല്ലെങ്കിൽ ഇല്ല. അതും വീഡിയോയിൽ പെട്ടു. അപ്പോൾ ഈ ജോലിയിൽ നിന്ന് ഉടനെ തന്നെ ഇറങ്ങി ഒരു ഓട്ടോയോ അങ്ങനെ എന്തെങ്കിലും പോകണം. വേറെ 2-3 ജോലി ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്കിലും ശരിയായി കഴിഞ്ഞാൽ അതിന് പോകണം, ഇല്ലെങ്കിൽ ഓട്ടോ എടുത്ത് സ്റ്റാൻഡിൽ ഇറങ്ങണമെന്നാണ് ഇക്കാടെ ആഗ്രഹം. അപ്പോൾ ഇതിന് മുന്നേ ഓട്ടോയാണ് ഓട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. മോന് 1.5 വയസ്സായി. അപ്പോൾ 1.5 വയസ്സ് കഴിഞ്ഞു. 2 വയസ്സ് ജൂലൈയിലാവും. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ തൊട്ടപ്പുറത്തൊരു വീട്ടിൻ്റെ മതിലിൻ്റെ മണ്ടയിലൊരു പട്ടി കയറി നിൽക്കുന്നതാണ് മോൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വളർത്തു പട്ടിയാണോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൻറ്റി വന്ന് കുറേ നേരം മോനെയും കളിപ്പിച്ചു. എൻ്റെ അടുത്തൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നു. പിന്നെ ഞങ്ങൾ ഏകദേശം സമയമൊക്കെ സന്ധ്യയായി. പിന്നെ കൊലയൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. ഇത് പൈനാപ്പിൾ കൃഷിയാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ ബേക്കിൽ കാണാൻ പറ്റത്തില്ല. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻസിഡൻറ്റ് നടന്നത്, അത് കല്ലടത്തണ്ണി പാലത്തിൻ്റെ ഇവിടെ ഒരു ബസ് അപകടം ഉണ്ടായി. ഒരുപാട് പേര് മരണപ്പെട്ടു. അതിൻ്റെ സ്മാരകമാണ് ഈ കാണുന്നത്. അപ്പം ഇത് പുതിയ സ്മാരകമാണ്. തൊട്ടപ്പുറത്ത് പഴയതുണ്ട്. പിന്നെ ഇവിടെ ഒരു കരിമ്പിൻ ജ്യൂസ്, അതും ഇവിടെ ഇടയ്ക്ക് ജ്യൂസ് കടയും പൊരിപ്പ് അങ്ങനെയുള്ള കടി ഐറ്റമൊക്കെ ഉള്ള ഇത് വന്നായിരുന്നു. പക്ഷേ അതൊക്കെ നിർത്തിപ്പോയി. അപ്പോൾ ഇന്ന് കരിമ്പിൻ ജ്യൂസിൻ്റെ ഇതില്ല, അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പഴയ സ്മാരകം. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഈ കല്ലടത്തണ്ണി പാലത്തിൻ്റെ കുറച്ചുകൂടെ അങ്ങോട്ട് വെള്ളം കല്ലാറ് ഒഴുകുന്നത് പോലെയൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ പോവാറുണ്ട്. പിന്നെ എല്ലാവരും കുളിക്കാനൊക്കെ പോവും. അപ്പോൾ അത് ഇനി ഒരു ദിവസം പോകുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യും. അപ്പോൾ ഇപ്പം മോനൊക്കെ ആയതുകൊണ്ടാണ് ഒട്ടും പോവാത്തത്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇതിനിടയിൽ ഇക്കാടെ അളിയൻ വിളിച്ചിട്ട് പറഞ്ഞു, പെങ്ങളെ ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കഴിക്കാൻ ചോറുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് തരാമെന്ന് പറഞ്ഞു. ചോറ് കഴിക്കാനുള്ള മോഹം കൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ചോറ് കൊടുത്തു. പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു. നല്ല ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇക്ക പറയും ഞങ്ങളുടെ നല്ല ആഹാരമാണ് കൊണ്ടുപോയത്, എന്നിട്ട് കടയിലെ ആഹാരം ഞങ്ങൾ കഴിക്കേണ്ടി വന്നു എന്നൊക്കെ. അത് സത്യമാണ്. പിന്നെ അതൊന്നും നോക്കിയില്ല, ഒരാൾക്ക് ചോറ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കൊടുക്കണമല്ലോ.